ഒരു വലിയ നദിയുടെ കരയിൽ ഒരു മുതല താമസിച്ചിരുന്നു. വെള്ളത്തിൽ കിടന്ന ഇരകളെ കാത്ത് ദിവസങ്ങൾ കടന്നുപോവുകയായിരുന്നു. ഭക്ഷണം കിട്ടുമോ എന്ന് കാത്ത് മുതല നദിയിൽ ശാന്തമായി കിടന്നിരുന്നു. ഒരു ദിവസം ഒരിടക്കോഴി ഭക്ഷണം തേടി നദിക്കരയിലേക്കെത്തി. മണ്ണിലും പുല്ലിലും അവൾ ഭക്ഷണം തേടി നടക്കുകയായിരുന്നു. കോഴിയെ കണ്ട മുതലയ്ക്ക് വലിയ സന്തോഷമായി. ഇന്നത്തെ ഭക്ഷണം കിട്ടി എന്നവൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ മുതല കോഴിയെ വിളിച്ചു. സഹോദരി, ഇവിടെ വരൂ, നമുക്ക് സുഹൃത്തുക്കളാകാം എന്നവൻ വളരെ സൗഹൃദത്തോടെ പറഞ്ഞു. മുതലയുടെ വാക്കുകൾ കേട്ടപ്പോൾ കോഴിക്ക് അല്പം സംശയം തോന്നി. മുതലേ, നീ എന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് കോഴി ചോദിച്ചു. മുതല വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാനാണ് വിളിക്കുന്നത്. ഇവിടെ വെള്ളത്തിനരിയിൽ നല്ല ഭക്ഷണമുണ്ടല്ലോ. കോഴിക്കിപ്പോഴും സംശയം തോന്നി. അവൾ മുതലയെ സൂക്ഷിച്ചു നോക്കി. അതേസമയം മുതല പതുക്കെ കരയിലേക്ക് നീങ്ങാൻ തുടങ്ങി. കോഴിയെ പിടിക്കാനായിരുന്നു അവന്റെ പദ്ധതി. അവസരം കിട്ടിയപ്പോൾ മുതല പെട്ടെന്ന് ചാടി കോഴിയെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ കോഴി വളരെ വേഗത്തിലോടി രക്ഷപ്പെട്ടു. മുതലയുടെ ശ്രമം പരാജയപ്പെട്ടു. കോഴി സുരക്ഷിതമായി കാടിനുള്ളിലേക്ക് ഓടി. അതിനുശേഷം കോഴി നദിക്കരയിലേക്ക് പോകുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നതെന്താണെന്നറിയാമോ? ബുദ്ധിയും ജാഗ്രതയും ഉണ്ടെങ്കിൽ അപകടങ്ങളിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള കഥകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.